ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നെന്തായാലും ഒരു ക്ലാസ് ഒന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഫോൺ തോണ്ടിയിരുന്ന് സമയം കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ തലേന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് എന്തെങ്കിലും സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയൊക്കെ കിട്ടിയതാണ് ഈ ഒരു ചാലഞ്ച്. അപ്പോൾ ഹാഫ് വേൾ എക്സാമിനേഷന് ഇനിയൊരു 2 ആഴ്ചയും കൂടി ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു ദിവസം ഫോണിൽ തോണ്ടി കളിക്കണ്ടല്ലോ കരുതി. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ റൂം ക്ലീൻ ചെയ്യാൻ വന്നിക്കാണ്. കണ്ടോ, ഏതോ കാലത്ത് കൊണ്ടുവന്ന് വെച്ച് ഫേസ് പാക്കൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ വേണ്ടാത്ത പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് പുറത്ത് വെച്ചു. ഇന്ന് നമ്മൾ സ്റ്റാറ്റ് ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഞാൻ +1 കോമേഴ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാറ്റ് സബ്ജക്റ്റ് ഉണ്ട്. അങ്ങനെ ആ ബുക്കൊക്കെ എടുത്ത് നമ്മൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ക്ലോക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ എല്ലാ ദിവസവും എങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാനും എല്ലാവരും പോലെ റീൽസും കണ്ട് എൻ്റെ ദിവസം ഫുള്ള് വേസ്റ്റ് ചെയ്യലുണ്ട്. ഇന്നത്തെ ഒരു ദിവസം മാത്രം ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഹവർ സ്റ്റാർട്ടാക്കി. ഒരു 10 മണി ആ ടൈമിലാണ് എൻ്റെ പണികളൊക്കെ സെറ്റായി ഞാൻ പഠിക്കാതിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റാറ്റി പ്രോബ്ലംസൊക്കെ ചെയ്തൊക്കെ വിചാരിച്ചു. കുറച്ച് ടഫായിട്ട് തോന്നുന്ന കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഇതാ ഓരോന്നോരോന്ന് നമ്മൾ ചെയ്തു. പിന്നെ ചില സബ്ജക്റ്റിലൊന്നും എക്സാമിന് ലീവ് പോലും തരുന്നില്ല. കാരണം ഒരു എക്സാം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പിറ്റേ ദിവസം തന്നെ അടുത്ത എക്സാമാണ്. അങ്ങനത്തെ സബ്ജക്റ്റ് ഞാൻ നോക്കണം വിചാരിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ പണി കിട്ടും. തലേന്ന് എന്നാലും എന്നെ കൊണ്ട് ഒക്കെ പാടെ നോക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. ഗൈസ്, ക്ലോക്ക് പണി തന്നു. ശരിക്കും ഇപ്പോൾ 10:20 ആയിക്കണം. ഞാൻ കുറേ നേരം നോക്കുള്ളൂ, ഈ രണ്ടിന്നും ഇത് മാറുന്നില്ല. പിന്നെ ഫോൺ നോക്കിയപ്പോഴാണ് ഇപ്പോൾ 10:20 ആയിക്കണം. പക്ഷെ ഇതിപ്പോഴും 10:10 കിടക്കണം. എന്താണെന്ന് എനിക്കറിയില്ല. ഈ ക്ലോക്കിനായി ചാലഞ്ചിന് വേണ്ടി മാത്രം പൊടി തട്ടിയെടുത്താണ്. അതുകൊണ്ട് തന്നെ നല്ല സീനുണ്ട്. ബാറ്ററി ഒന്നും കറക്റ്റ് വർക്കാവണില്ല. പക്ഷേ ഇത് നോക്കിയിട്ടാണ് ഞാൻ പഠിക്കണത്. കറക്റ്റ് നമ്മളൊരു 5-6 മണിക്കൂർ പഠിക്കണമല്ലോ. അതാണല്ലോ ചാലഞ്ച്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഹവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം റൂമൊക്കെ വന്നു. കാരണം ഇമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. ഇമ്മ ഒരു സ്ഥലം വരെ പോയിക്കുന്നു. അപ്പോൾ ഓൻ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഓന് ഞാൻ പഠിക്കാതിരിക്കുന്ന സ്ഥലം കണ്ടിട്ട് ആകെ അന്തം മുട്ടിക്കണം. കാരണം ഫുൾ ലേറ്റാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഓനിതാ നെയിൽ പോളിഷൊക്കെ ഇടണമെന്ന് പറഞ്ഞു. ഇത് ഫസ്റ്റ് ഹവർ കഴിഞ്ഞിട്ട് നമ്മളൊരു 15 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. ആ ടൈമിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഓനൊക്കെ ഓൻ്റെ ഇപ്പോൾ കുറച്ച് നേരം ഇരുന്നു. പിന്നെ നമ്മൾ അടുത്ത സെക്ഷൻ തുടങ്ങി. ഇത് ഞാൻ ഓന് കളിക്കണ പേപ്പറിൽ ഓരോന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പഠിക്കാനേ സമ്മതിക്കൂല. പിന്നെ നമ്മൾ ചെറുതായിട്ട് സ്ഥലമൊന്നും മാറി. കാരണം ആ ഒരു ടേബിളുമ്പോൾ തന്നെ ഇരുന്നിട്ട് എൻ്റെ മേലൊക്കെ ആകെ വേദനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ 1 ഹവർ നിർത്താതെ ഇരിക്കല്ലേ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ താഴ്ത്തിയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നീച്ച് നേരെ കട്ടിൽമ കയറിയിരുന്നു. കാരണം എനിക്ക് ഇവിടെ ഇരുന്നാലേ നേരം പോലെ പഠിയുള്ളൂ. എനിക്കറിയാനും ഞാൻ അധികവും ഈ ഒരു കട്ടിൽമ ഇരുന്നിട്ട് പഠിക്കുക. അതിപ്പോൾ എഴുതി പഠിക്കാനല്ലാണെങ്കിലും തിയറി ആണെങ്കിലും ഒക്കെ അവിടെ ഇരുന്നിട്ട് പഠിക്കുക. അതിൻ്റെ അമ്മ എപ്പോഴും എന്നെ ചീത്ത പറയും. കാരണം ഒരു വരി അങ്ങനെ കട്ടിൽമ എന്ത് പഠിച്ചാൽ പഠിയില്ല എന്നൊക്കെ പറയും. പക്ഷേ അവസാനം ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇവിടേക്ക് തന്നെ എത്തും. അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബാക്കി പ്രോബ്ലംസൊക്കെ ചെയ്യാണ്. ഗായ്സ്, ഈ ചെറുക്കനെ പഠിക്കാനയക്കുന്നില്ല. ഇവനിൻ്റെ അടുത്താവുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തൊഴിൽ കെടുത്തുന്നുണ്ട്. കാരണം ഓരോന്ന് കാണിച്ചിട്ടും ഓരോന്ന് പറഞ്ഞിട്ടും ഒക്കെ എൻ്റെ മൈൻഡ് പോവുകയാണ്. അങ്ങനെ നമ്മളിതാ സെക്കൻഡ് ഹവറും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെയും കുറച്ച് നേരം അമ്മ വരുവോളം പഠിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഓന് കണ്ടോ, ഓരോ തലമൊക്കെ ഇങ്ങനെ എത്തി നോക്കുക. ഓനക്ക് കാൽക്കുലേറ്റർ വേണം, പെന്ന് വേണം, പുസ്തകം വേണം, എല്ലാം വേണം. അപ്പോൾ അതിനിങ്ങനെ തല്ലൂടെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഉമ്മ വന്നു. അപ്പോൾ ഓന് ഓടിട്ടോ. അങ്ങനെ പിന്നെ ഇമ്മ ഫുഡ് ഉണ്ടാക്കാൻ നിന്നു. അപ്പം ഞാൻ അതിക്ക് വേണ്ട സോസൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഒരു ബിരിയാണി പോലെ ഒരു സംഭവം ഉണ്ടാക്കിയിരുന്നു. അപ്പം ഇങ്ങനെ വൈറ്റ് സോസ് ഇല്ലാതെ കഴിക്കുന്നത് എല്ലാം ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ മടു കാരണം പറയും സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കോറയും. അങ്ങനെ ഇപ്പം ഞാനത് പറയാൻ നിൽക്കലില്ല. ഞാൻ തന്നെ ആദ്യം തന്നെ ഉണ്ടാക്കാൻ നിൽക്കും. പിന്നെ നമ്മളതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. ഒക്കെ നല്ല ഇഷ്ടമാട്ടെ ഈ ഒരു ഫുഡ്. അങ്ങനെ കഴിച്ചിട്ട് നമ്മളിത് അടുത്ത സെക്ഷന് വേണ്ടിയിട്ട് ഇരുന്നു. ഇത് ഞാൻ 1/2 മണിക്കൂർ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എന്നെ കുളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇമ്മ ഒരു 5:30 ആയപ്പോൾ തന്നെ എന്നെ വിളിച്ചു കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി കുളിച്ചു. ഈ ഒരു വീഡിയോ കൊണ്ടിട്ടേക്ക് ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോൺ യൂസ് ആക്കാതെ കുറച്ചേരം ഇന്ന് പഠിച്ചു. കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ ആണല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കിയിടും, പിന്നെ പഠിക്കും. അങ്ങനെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഞാനൊരു 200 പ്രാവശ്യം യൂട്യൂബും ഇൻസ്റ്റാ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അങ്ങനെ എൻ്റെ മൂഡ് തന്നെ മാറും. അപ്പോൾ ആ ഒരു ഉപകാരം ഈ വീഡിയോ കൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത സെക്ഷൻ തുടങ്ങിയിരിക്കുന്നത് 8 മണിക്കാണ്. 8 മണി മുതൽ 9 മണി വരെ നിർത്താതെ പഠിച്ചിട്ടോ. ഇത് ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഒരു ബാക്കി 8 മണിക്ക് ഇരുന്ന് പഠിക്കണത്. പിന്നെ ഞാൻ ഈ
പ്രോബ്ലം ചെയ്ത് മടുത്തിട്ട് ഞാനത് നിർത്തിട്ടോ. പിന്നെ വേറെ സബ്ജക്റ്റ് എടുത്തു, ബിസിനസ് സ്റ്റഡീസ് എടുത്തിട്ട് പഠിക്കാൻ തുടങ്ങി. അതാകുമ്പോൾ തിയറിയാണ്, അപ്പോൾ ഇങ്ങനെ വായിച്ച് പഠിക്കുക. അങ്ങനെ പിന്നെ ഈ ഹവർ നമ്മൾ അതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ ലാസ്റ്റ് ഹവറാണ്, അതായത് 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മൾ 5ാമത്തെ മണിക്കൂറിലോട്ട് നമ്മൾ കിടക്കാൻ പോണത്. വേണമെങ്കിൽ 5, 6 കഴിയും, പക്ഷെ ഞാൻ 5ൽ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം ഇനി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങുമ്പോഴത്തേനും എന്തായാലും സമയം. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് 4 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കും, കാരണം എൻ്റെ ഫോണിൽ നല്ല സ്റ്റോറേജ് ആകട്ടെ. ഒരു വീഡിയോ ഞാൻ ഇതുവരെ എടുത്ത കുറേ വീഡിയോസ് ഇന്ത്യയിൽ മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് കണ്ടത്, ഇങ്ങനെ ബ്ലറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇല്ല, എന്തായാലും ഞാൻ സോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗായ്സ് അങ്ങനെ 9 മണിയായി. അങ്ങനെ നമ്മൾ 4th ഹവറും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വരാം, എന്നിട്ട് ലാസ്റ്റ് ഹവറിന് ഇരിക്കാം. ഇന്ന് ഉച്ചക്ക് നല്ലപോലെ ഉറങ്ങിയോണ്ട് ചിലപ്പോൾ നമുക്കൊരു 2 ഹവറും കൂടി ഇരിക്കാൻ കഴിയുമായിരിക്കും, നമുക്ക് നോക്കാം. എനിക്ക് പറഞ്ഞ പോലെ ഈ ടേബിൾ മരുന്ന് പഠിക്കണം നല്ല റിസ്ക് ആയിരുന്നു. കാരണം എനിക്ക് ബാക്ക് പെയിൻ നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇരുത്തം കൊണ്ട്. അപ്പോൾ എനിക്ക് വേഗം കെയിന് കിട്ടിയാൽ മതി എന്നായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു കറക്റ്റ് ഒരു 6 മണിക്കൂറൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 11-11:30 ആയി. ഉച്ചക്ക് ഉറങ്ങിയോണ്ടാണ് ഇത്ര നേരം എടുക്കാൻ വെച്ചിട്ടോ. പക്ഷെ വീഡിയോ എന്താ ബാക്കി എടുക്കാന്ന് വെച്ചാൽ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല. എടുത്ത വീഡിയോസൊക്കെ ഒരുമാതിരി കാണാൻ പറ്റാത്ത അവസ്ഥ ആയിക്കണേ. അപ്പോൾ എന്തായാലും വീഡിയോ കൊടുക്കാൻ ഞാൻ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതിനുശേഷം നമ്മൾ വേഗം പോയി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ, അതായത് ഇന്നത്തെ ചാലഞ്ച്. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.